ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ ഉള്ള പോലീസ് അംഗങ്ങൾക്ക് പുറമെ മറ്റേതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരോ മറ്റോ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി നടപടിക്രമങ്ങൾക്കൊപ്പം ചേരുമോ? മറ്റിനിയുള്ള നിമിഷങ്ങൾ ഇനി അധികം വൈകാതെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നതായിരിക്കുമോ പോലീസിന് മുന്നിൽ ഉള്ളത്? പ്രതീക്ഷ, അതായത് ബോബി ചെമ്മണ്ണൂർ അല്പം മുമ്പ് കയറി വരുമ്പോൾ പോലും ആ മുഖത്ത് തിരിച്ച ഒരു മുഖഭാവം തന്നെയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരെയും കാഴ്ച കാണിച്ചാണ് അദ്ദേഹം കയറി പോയത്. അകത്തേക്ക് വരുമ്പോൾ തന്നെ വലിയ ഒരു മാധ്യമപ്പട കൂടാതെ ഒരുപാട് ആളുകൾ ഇവിടെ ചുറ്റിപ്പറ്റിയും ഒക്കെ നിന്നിരുന്നു. അവർക്കെല്ലാവർക്കും കൈവീശി കാണിച്ചാണ് ഈ അദ്ദേഹം അകത്തേക്ക് പോയത്. നമ്മുടെ ഇപ്പോ രാഗിൻ കൂടിയുണ്ട്. രാഗിനെ, എന്തായാലും ഇനിയിപ്പോൾ പോലീസ് ഉടൻ തന്നെ നടപടിയെടുത്തു, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്ത ഒരു നടപടി എന്തായിരിക്കും? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസ് ഇതിനോടകം കുറേ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതൊന്ന് പെറ്റീഷണർ നൽകിയിട്ടുള്ള തെളിവാണ്. അതോടൊപ്പം തന്നെ പോലീസ് അല്ലാതെ സ്വന്തം നിലയ്ക്ക് തെളിവുകൾ സമാഹരിച്ചിട്ടുണ്ട്. മാത്രമല്ല പോലീസിന് ഇത് വേഗത്തിൽ ആക്സസ് ചെയ്യാൻ ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് ഒന്ന്, ഈ ഹണി റോസ് നൽകിയിട്ടുള്ള ആദ്യ പരാതിയുണ്ട്. അതിൽ താൻ ഇട്ട പോസ്റ്റിന് താഴെ ഒരുപാട് പേർ ഇത്തരത്തിൽ മോശം കമന്റ് ഇട്ടു എന്നവർ പറയുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള തെളിവുകൾ ഇതിനോടകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പരാതി. അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ തെളിവുകൾ വെച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനോട് ചോദ്യങ്ങൾ ചോദിക്കണം. അതിൻ്റെ രേഖകൾ കൂടി, അതിൻ്റെ മറുപടി കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ കസ്റ്റഡി റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണം. ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട്. 3 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയാണെങ്കിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാകും. ഇതിൽ 2 കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് അറസ്റ്റ് റെക്കോർഡ് ചെയ്താൽ 24 മണിക്കൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരങ്ങളും അതുമായി പോലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നത് ഇന്ന് തന്നെ ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. അങ്ങനെ ഇന്ന് തന്നെ ഹാജരാക്കുകയാണെങ്കിൽ പോലീസിന് 2 ഓപ്ഷനാണ്. ഒന്ന്, റിമാൻഡ് ചെയ്യാം, ഈ പ്രതിയെ റിമാൻഡ് ചെയ്യണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമാണ്, അതുകൊണ്ട് കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാം. ഈ 2 കാര്യങ്ങൾക്കും പോലീസിന് മുന്നിൽ ഓപ്ഷൻ ഉണ്ട്. അതിലേത് നിയമവഴിക്കായിരിക്കും പോലീസ് പോവുക എന്ന് കാത്തിരുന്ന് കാണണം. ഇന്ന് ഇത്രയും ദൂരം എത്തി പ്രതിയെ ഇവിടെ എത്തിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി 2-3 ദിവസം വിശദമായി തന്നെ ചോദ്യം ചെയ്യാം, അത് ചോദിക്കാം. പക്ഷേ കോടതി എന്ന് തീരുമാനമെടുക്കുന്നു, കാത്തിരുന്ന് കാണണം. എന്തായാലും പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനാണ് സാധ്യത. ഈ അക്യൂസ്ഡിന് ജാമ്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. താൻ ഇത്തരത്തിൽ ഉയർത്തിയ ചില വാദങ്ങൾ മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും അതാണ് പ്രചരിപ്പിച്ചതെന്നുമുള്ള വാദങ്ങൾ ഉൾപ്പെടെയായിരിക്കും ഒരുപക്ഷെ ഈ ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വയ്ക്കുക. സാങ്കേതികമായി താൻ അത്തരത്തിൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന വാദമായിരിക്കും കോടതിയിൽ സമർത്ഥിക്കാൻ, കോടതിയെ ഇതിൽ ഒരു മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ പോലീസിന്റെ FIR വളരെ കൃത്യമാണ്. മാത്രമല്ല പെറ്റീഷണറുടെ 164ഉം പെറ്റീഷണറുടെ പരാതിയും വളരെ കൃത്യമാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ തന്നെ വളരെ വിസിബിൾ ആയിട്ടുള്ള തെളിവുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതുകൊണ്ട് ശക്തമായിട്ടുള്ള തെളിവുകൾ ഈ കേസിലേക്ക്, ഈ 3 വകുപ്പുകളിലേക്ക് ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഈ കേസിലുണ്ട്. കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരുപക്ഷെ ഇന്ന് തന്നെ ഹാജരാക്കാനാണ് സാധ്യത കൂടുതൽ. തീർച്ചയായിട്ടും പോലീസ് അതിവേഗം നടപടിയെടുത്തതിനാൽ തന്നെ ഇന്ന് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ വേണമെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനും ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയുമുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ പറയുക തന്നെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു തരത്തിലും വിളിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. അത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ താൻ ഹാജരാകുമായിരുന്നു എന്ന ഒരു വാദം ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ പരിഗണിക്കുകയാണ് എങ്കിൽ കർശന ഉപാധികളോടുകൂടി ചിലപ്പോൾ ഒരുപക്ഷെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അതല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുള്ളതിനാൽ തന്നെ എന്തായാലും പരാതിക്കാരി നൽകിയിരിക്കുന്ന ചില ഡോക്യുമെന്റ്സും രേഖകളും ഒക്കെ ഉണ്ടല്ലോ, പരാതിയുടെ അനുബന്ധമായി നൽകിയിരിക്കുന്നത്, അതൊക്കെ പോലീസ് എന്തായാലും മുഖവിലേക്ക് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചോളം ഇതൊക്കെ നിഷേധിക്കുക. താൻ പറഞ്ഞ കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിലുണ്ട്, പക്ഷേ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു, അതിൽ ചിലരൊക്കെ പ്രചരണം നടത്തി. അപ്പോൾ അത് തൻ്റെ ഭാഗമല്ല എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും ഉയർത്തുക. അതിലൊക്കെ ഇനി എങ്ങനെയായിരിക്കാം ഇനി മജിസ്ട്രേറ്റ് അത് മുഖവിലേക്ക് എടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് ഈ കേസ് കുറച്ചുകൂടി കടുപ്പിക്കുക, ഗൗരവത്തോട് സമീപിക്കുന്നു. 164 സ്റ്റേറ്റ്മെൻ്റ് അടക്കം സമാനമായ കേസുകളിലൊക്കെ സ്വീകരിക്കേണ്ട സുപ്രീം കോടതി നോംസൊക്കെ തന്നെ അവർ പിന്തുടർന്നുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതുകൂടി നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി വരും നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും പോലീസിനെ സംബന്ധിച്ചോളം. അടുത്ത നീക്കം എന്താണ് എന്ന് നമുക്ക് നോക്കാം.